നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. പ്രമേഹം എങ്ങനെ നിയന്ത്രിക്കാം, എന്തെല്ലാമാണ് ചികിത്സാ മാർഗങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഹലോ ഡോക്ടർ ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ എം ഇന്ദിരയാണ്. നമസ്കാരം ഡോക്ടർ, സ്വാഗതം. നമസ്കാരം ഡോക്ടർ. ആദ്യം തന്നെ പ്രമേഹം കൂടി വരുന്ന ഒരു സാഹചര്യമാണല്ലോ ഇപ്പോഴുള്ളത്, പ്രത്യേകിച്ചും യുവജനങ്ങളിൽ. പ്രമേഹം എങ്ങനെ വരാതെ നോക്കാം, ഇതെങ്ങനെ തടയാനാകും? പ്രമേഹം ഒരു ജീവിതശൈലി രോഗമാണ്. ജനറ്റിക് ആയി, അതായത് പാരമ്പര്യമായും നമ്മുടെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, ചുറ്റുപാടുകൾ, ജീവിതശൈലി, ആ കാരണങ്ങൾ കൊണ്ടെല്ലാം പ്രമേഹം വരാം. അപ്പോൾ പ്രമേഹം വരുന്നതിന് മുമ്പ് നമുക്ക് പ്രീ ഡയബറ്റിസ് എന്നൊരു അവസ്ഥയുണ്ട്. പ്രമേഹം ഇല്ല, എന്നാൽ വരാൻ സാധ്യതയുള്ള ഒരവസ്ഥ. ആ അവസ്ഥ കണ്ടുപിടിക്കലാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത്. പ്രീ ഡയബറ്റിസ് എന്നാൽ നമ്മൾ പ്രമേഹം വരുന്നത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഷുഗർ ലെവൽ, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ആണെങ്കിൽ 126 മുകളിൽ, അല്ലെങ്കിൽ HbA1c 6.4 മുകളിൽ എന്നൊരു അവസ്ഥയിലാണ് നമ്മൾ പ്രമേഹം എന്ന് ഡയഗ്നോസ് ചെയ്യുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ HbA1c ഒരു 5.7 തൊട്ട് 6.4 വരെ ഇരിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ പ്രീ ഡയബറ്റിസ് എന്ന് പറയും. അപ്പൊ ആ പ്രീ ഡയബറ്റിസ് കണ്ടുപിടിച്ച് ആ അവസ്ഥയിൽ തന്നെ, അപ്പോൾ അങ്ങനെ പ്രീ ഡയബറ്റീസിൽ ഇരിക്കുന്നവർക്ക് സിംറ്റം ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അവർ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഡയബറ്റീസ് എന്ന അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ പ്രീ ഡയബറ്റീസ് സമയത്ത് ഭക്ഷണക്രമങ്ങൾ, ജീവിതശൈലി അതെല്ലാം ക്രമീകരിച്ച് ആവശ്യമാണെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് മാത്രം മരുന്നും കഴിച്ചു കഴിഞ്ഞാൽ അത് ഡയബറ്റീസിലേക്ക് പോകുന്നത് തടയാനും, അഥവാ പോകുന്നുണ്ടെങ്കിൽ തന്നെ അത് ദീർഘിപ്പിക്കാനും നമുക്ക് സാധിക്കും. ആർക്കൊക്കെയാണ് നമ്മൾ പ്രീ ഡയബറ്റിസ് സ്ക്രീൻ ചെയ്യേണ്ടത്? അപ്പോൾ ഒരു 35 വയസ്സിന് മുകളിലുള്ള അഡൽട്സിന് സ്ക്രീൻ ചെയ്യേണ്ടതാണ്. അത് നോർമൽ ആണെങ്കിൽ എവറി 3 years നമുക്ക് സ്ക്രീൻ ചെയ്ത് തുടങ്ങും. അതുപോലെ ജസ്റ്റേഷൻ ഡയബറ്റിസ്, ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രമേഹം വന്നവർക്ക്, അവർക്ക് ഗർഭാവസ്ഥ കഴിഞ്ഞതിന് ശേഷം പ്രമേഹം മാറിയിട്ടുണ്ടാകും. പക്ഷെ അവർ അതിനുശേഷം HbA1c ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. അറ്റ്ലീസ്റ്റ് ഇൻ 3 years ചെയ്യണം. വൺസ് ഇൻ 3 years ചെയ്യണം. അതുപോലെ അമിതവണ്ണമുള്ളവർ, BMI ഒരു 23 മുകളിൽ ഇരിക്കുന്നവർ, ഒന്നോ അതിലധികമോ ഞാൻ ഈ പറയുന്ന റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ 35 വയസ്സിന് മുമ്പേ തന്നെ ഈ HbA1c സ്ക്രീനിങ് തുടങ്ങണം. എന്ന് വെച്ചാൽ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ്, അച്ഛൻ, അമ്മ, സഹോദരങ്ങൾക്ക് ആർക്കെങ്കിലും ഡയബറ്റീസ് ഉണ്ടെങ്കിൽ, സ്ട്രോക്ക് വന്നിട്ടുണ്ടെങ്കിൽ, കൊളസ്ട്രോൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ PCOD എന്ന അവസ്ഥ, BP മരുന്ന് കഴിക്കുക, അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ, ഇതിൽ ഏതെങ്കിലും ഒന്നോ അതിലധികം റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള അമിതവണ്ണം ഉള്ളവർ HbA1c സ്ക്രീനിങ് വളരെ നേരത്തെ ചെയ്തു തുടങ്ങേണ്ടതാണ്. അമിതവണ്ണമുള്ള കുട്ടികൾ പോലും ഈ പറഞ്ഞ ഒന്നോ അതിലധികമോ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ സ്ക്രീനിങ് നേരത്തെ തുടങ്ങേണ്ടതാണ്. അപ്പോൾ ഈ പ്രീ ഡയബറ്റിസ് ആദ്യം കണ്ടുപിടിക്കുകയും ആ സമയത്ത് തന്നെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തുകയും ചെയ്താൽ ഡയബറ്റിസ് എന്ന അവസ്ഥ വരുന്നത് തടയാം, അല്ലെങ്കിൽ ദീർഘിപ്പിക്കാം. വ്യക്തമാണ് ഡോക്ടർ. ഇപ്പോൾ സംശയവുമായ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. തലശ്ശേരിയിൽ നിന്ന് ബാലകൃഷ്ണനാണ്. ബാലകൃഷ്ണൻ, ഡോക്ടറോട് ചോദിക്കാം. ബാലകൃഷ്ണൻ, ഡോക്ടർക്ക് കേൾക്കാം, ചോദിച്ചോളൂ. എന്റെ വൈഫിന് ഇപ്പം ഡയബറ്റിക് പേഷ്യന്റ് ആണ്. ഇപ്പം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ട്രൈഗ്ലൈനേസ് 2 കഴിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ടെൽമിസാപ്പിൻ ടെലിസ്റ്റാം 500 കഴിക്കുന്നുണ്ട്. ടെൽമിസാപ്പിനല്ല, ചോദ്യം മനസ്സിലായില്ല, ഇടയ്ക്ക് ബ്രേക്ക് ചെയ്ത് പോയി. ഹലോ സാർ, ബാലകൃഷ്ണൻ ദയവായി ചോദ്യം ഒന്ന് ആവർത്തിക്കാമോ? ഫാസ്റ്റിംഗിൽ 132 വരുമ്പോ ഫാസ്റ്റിംഗില് ചോദ്യം ഒട്ടും കേൾക്കുന്നില്ല.
അല്ല, FBS 140 വരുമ്പോ PPBS 160 കാണുന്നു. ഫാസ്റ്റിംഗ് 132, PPBS 160 കാണുന്നു. അങ്ങനെയാണോ പറഞ്ഞത്? അതെ. നമുക്ക് ട്രൈഗ്ലൈനസ് 2 കഴിക്കുന്നുണ്ട്, ചികിത്സിക്കുമ്പോൾ ട്രൈഗ്ലൈനസ് 2 കഴിക്കുന്നുണ്ട്, സെലിനിമാക്ക് M500 കഴിക്കുന്നുണ്ട്. ഡോക്ടർ ചോദ്യം വ്യക്തമായി കാണുമെന്ന് കരുതുന്നു. ഇല്ല, എനിക്ക് ഒട്ടും ഈ ചോദ്യം കേൾക്കുന്നുണ്ടായിരുന്നില്ല. ബാലകൃഷ്ണൻ എനിക്ക് മനസ്സിലായത് മരുന്നുകൾ കഴിക്കുന്നുണ്ട്, ഫാസ്റ്റിംഗ് 132, പോസ്റ്റ് പ്രാൻഡിയൽ 160 ഉണ്ട് എന്നുള്ളതാണ്. ബാലകൃഷ്ണൻ കോളിൽ തുടരുന്നുണ്ടെങ്കിൽ ദയവായി സംശയം ഒന്ന് ചുരുക്കി ചോദിക്കാമോ? ഡോക്ടർക്ക് വ്യക്തമായില്ല. ഡോക്ടർ കോൾ കട്ടായെന്നാണ് മനസ്സിലാക്കുന്നത്. മരുന്ന് കഴിക്കുന്നതിന്റെ ഒപ്പം തന്നെ ഭക്ഷണക്രമവും ഫിസിക്കൽ ആക്ടിവിറ്റീസും ഒരുമിച്ച് കൊണ്ടുപോകണം. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഗ്ലൈസിമിക് ടാർഗറ്റ് എന്നുള്ളത് HbA1c 7 താഴെ നിർത്തുക, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 130 താഴെ നിർത്തുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഡയബറ്റീസ് ചികിത്സിക്കുന്നത് തന്നെ അതിന്റെ ഒരു കോംപ്ലിക്കേഷൻസിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഷുഗർ കുറയ്ക്കുകയും വേണം, ആ ഷുഗർ കൂടി നിൽക്കുന്നതുകൊണ്ടുണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് തടയുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മരുന്നുകൾ കഴിക്കുന്നത്. ഈ ഗ്ലൈസിമിക് ടാർഗറ്റിൽ ഇരിക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ കോംപ്ലിക്കേഷൻസ് അധികം പോകാറില്ല. പിന്നെ മരുന്നുകളെ പറ്റി നമ്മൾ അതിനുശേഷം സംസാരിക്കാം. ഡോക്ടർ, അതുപോലെ തന്നെ പ്രമേഹം വന്നാൽ തുടർന്നോളൂ ഡോക്ടർ, തുടർന്നോളൂ. അല്ലേ, സംശയം മാറിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സംശയം മാറിക്കാണുമെന്ന് കരുതുന്നു. എന്തായാലും കോൾ നഷ്ടപ്പെട്ടു. ഡോക്ടർ, അതുപോലെ തന്നെ പ്രമേഹം വന്നാൽ അത് മരുന്നുകൾക്കപ്പുറം നമ്മുടെ ജീവിത ശൈലിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും നിയന്ത്രിക്കാനായി? പ്രമേഹം വരുന്നതിന് മുമ്പ് തന്നെ ഉള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് പ്രമേഹം വന്നാലും നോക്കേണ്ടത്. ഒന്ന് ജീവിതശൈലിയിലുള്ള വരുത്തേണ്ട വ്യത്യാസം, പിന്നെ മരുന്നുകൾ. സോ ജീവിതശൈലിയിൽ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് പ്രധാനമായും നമ്മുടെ വെയിറ്റ് റിഡക്ഷൻ എന്നുള്ള ഒരു കാര്യമാണ് നോക്കേണ്ടത്. അതിന് ഭക്ഷണവും എക്സസൈസും വളരെ പ്രധാനമാണ്. സോ നമ്മൾ പ്രീ ഡയബറ്റിസ് സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മളുടെ ഒരു ടാർഗറ്റ് എന്നുള്ളത് ഒരു അപ്പോഴുള്ള ബോഡി വെയിറ്റിന്റെ 7% എങ്കിലും കുറയ്ക്കണം എന്നുള്ളതാണ്. അതിനുവേണ്ടി നമുക്ക് പല തരം ഡയറ്റ് ക്രമങ്ങളുണ്ട്. ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ്, ലോ കാലറി, ലോ കാർബോഹൈഡ്രേറ്റ് ഹെൽത്തി ഡയറ്റുകൾ എന്ന് പറഞ്ഞ് അതെല്ലാം തന്നെ ഈ ലോ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ ഭക്ഷണത്തിൽ 50-60% വരെ കാർബോഹൈഡ്രേറ്റ് ഉണ്ടായിരിക്കും. ഈ ലോ കാർബോഹൈഡ്രേറ്റിൽ പലപ്പോഴും 10% താഴെയോ അല്ലെങ്കിൽ 30% താഴെ കാർബോഹൈഡ്രേറ്റും ബാക്കി കാലറി, പ്രോട്ടീൻ, ഫാറ്റ് അതെല്ലാം വെച്ച് ക്രമീകരിക്കുന്ന രീതിയാണ്. അപ്പൊ അതെല്ലാം ഒരു ന്യൂട്രീഷനിസ്റ്റ് അല്ലെങ്കിൽ ഡയബറ്റിക് ഫിസിഷ്യന്റെ സഹായത്തോടെ മാത്രമേ അതെല്ലാം, ഡയറ്റീഷ്യന്റെ സഹായത്തോടെ മാത്രമേ അതെല്ലാം ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഉള്ളത് എക്സസൈസ്. അപ്പൊ ഇപ്പൊ പറയുന്നത് ഒരു 150 മിനിറ്റ് എങ്കിലും ഒരാഴ്ച ഒരു മോഡറേറ്റ് ഇന്റൻസിറ്റി എക്സസൈസ് ലൈക്ക് ബ്രിസ്ക് വാക്കിംഗ്, അല്ല കൈവീശിയുള്ള നടത്തം, ഒരു മിനിമം 150 മിനിറ്റ് എങ്കിലും നടത്തണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ നമ്മുടെ വെയിറ്റ് ടാർഗറ്റിൽ എത്തിയില്ലെങ്കിൽ പോലും ഈ എക്സസൈസ് നടന്നതുകൊണ്ട് തന്നെ ഈ പ്രീ ഡയബറ്റിസ് സ്റ്റേറ്റ് ഡയബറ്റീസിലേക്ക് നീങ്ങാതെ ഇരിക്കാനും സഹായിക്കും. ഇതേപോലെ തന്നെ ഡയബറ്റീസ് വന്നു കഴിഞ്ഞാലും നമ്മൾ ഭക്ഷണക്രമവും എക്സസൈസുകളും ഇതേപോലെ തന്നെ കൊണ്ടുപോകണം. പ്രത്യേകിച്ചും ഭക്ഷണത്തിൽ നമ്മൾ ധാന്യങ്ങൾ, അങ്ങനെ തവിട് കളയാത്ത ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അതെല്ലാം ആവശ്യത്തിന് അനുപാതത്തിൽ ഉണ്ടായിരിക്കണം. എപ്പോഴും ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടെ, അല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിൽ ഒരു ടെക്നോളജി അസിസ്റ്റഡ് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പൊ സർട്ടിഫൈഡ് ആപ്ലിക്കേഷൻസിലൊക്കെ നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഓരോരുത്തർക്ക് ആവശ്യമായ തരത്തിലുള്ള ഡയറ്റ് ആൻഡ് എക്സസൈസ് ചെയ്ത് കിട്ടുന്നതാണ്. അത് ഇപ്പോൾ നമ്മൾ പറയുന്നത് വ്യക്തി കേന്ദ്രീകൃതമായി ഇതെല്ലാം തീരുമാനിക്കണം എന്നുള്ളതാണ്.
എന്നുവെച്ചാൽ ഒരു വ്യക്തിക്ക് അവരുടെ ജീവിതശൈലിക്ക് അല്ലെങ്കിൽ ജീവിതക്രമത്തിനനുസരിച്ച് അവരുടെ കൾച്ചർ അനുസരിച്ച് ആവശ്യമായ ഡെയിലി എക്സസൈസ്, ന്യൂട്രീഷൻ, അതെല്ലാം അവരെയും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് അവരുടെ കൂടെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഫ്രം ദ പേഴ്സൺ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഇപ്പോഴത്തെ ഡയറ്റ് ക്രമങ്ങളെല്ലാം നമ്മൾ നിശ്ചയിക്കുന്നത്. പിന്നെ അടുത്തതാണ് മരുന്നുകൾ. വായുവഴി കഴിക്കുന്ന ഓറൽ ഡ്രഗ്സ്, ഓറൽ ഹൈപ്പോഗ്ലൈസിമിക് ഏജൻസ് ഉണ്ട്, ഇഞ്ചെക്ടബിൾസ് ഉണ്ട്. ഇഞ്ചെക്ടബിൾസിൽ തന്നെ മുമ്പെല്ലാം ഇൻസുലിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോൾ നമുക്ക് വേറെ ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സും ഇഞ്ചെക്ട് ചെയ്ത് ഉപയോഗിക്കുന്നതുണ്ട്. മരുന്നുകളിൽ നമുക്ക് പറയാവുന്നത് മുമ്പ് മുതലേ ഉള്ള മെറ്റ്ഫോമിൻ എന്നുള്ള ഡ്രഗാണ് നമ്മൾ ഡയബറ്റിസ് അധികം ഒരു കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്ത ഡയബറ്റീസ് ആണ് ആദ്യമായി കണ്ടുപിടിക്കുന്നതെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അത് ബേസ് ആയി വെച്ചുകൊണ്ട് പിന്നീട് നമ്മൾ മരുന്ന് കഴിക്കുന്നത് പ്രധാനമായും ഒന്ന് ഷുഗർ കൺട്രോൾ ചെയ്യാൻ, രണ്ടാമത് ഈ ഡയബറ്റീസ് കൊണ്ടുണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് അത് തടയാൻ വേണ്ടി, എന്ന് വെച്ചാൽ കാർഡിയോവാസ്കുലർ കോംപ്ലിക്കേഷൻ, ഹാർട്ടിനെ ബാധിക്കുന്ന അസുഖങ്ങൾ, കിഡ്നിയെ ബാധിക്കുന്ന അസുഖങ്ങൾ. ഞാനൊന്ന് ഇടപെടുകയാണ്. ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട് സംശയവുമായി. കൊല്ലത്ത് നിന്ന് രാകേഷ് ആണ്. രാകേഷ്, ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം. നമസ്കാരം. ഹലോ മാഡം, എനിക്ക് 37 വയസ്സുണ്ട്. പറഞ്ഞോളൂ. ഷുഗർ ഞാൻ ഗ്ലീനിൽ ML എന്ന ഗുളിയാണ് കഴിക്കണത്. ശരി. ഗ്ലീനിൽ ML എന്ന ഗുളിയെ ഷുഗർ കഴിച്ചോണ്ടിരിക്കുന്നത്. ശരി. ഹലോ രാകേഷ്, കേൾക്കാം, ചോദിച്ചോളൂ. മാഡം, ഞാൻ ഈ ഗ്ലീൻ ML രാവിലെ വൈകിട്ടും കൂടെ 1000 ml ഗുളിയാണ് കഴിച്ചോണ്ടിരിക്കുന്നത്. ഞാനൊരു 7 വർഷം കൊണ്ട് ഈ ഗുളി കഴിയുന്നുണ്ട്. ഈ ഗുളി കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല, എന്തെങ്കിലും ഉണ്ടോ? ഹലോ, എന്തുണ്ടോന്നാണ് ചോദിച്ചത്? മരുന്ന് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്നുള്ളതാണ്. മാഡം, ഞാൻ 7 വർഷം കൊണ്ട് ഇപ്പോൾ ഗ്ലീൻ ML ഗുളിയ കഴിക്കുന്നത്. അത് കണ്ടിന്യൂ ആയിട്ട് കഴിക്കുന്നുണ്ട്, കുഴപ്പമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഡയബറ്റിസ് കണ്ടുപിടിച്ചിട്ടാണ് മരുന്ന് കഴിക്കുന്നതെങ്കിൽ നമ്മുടെ ഉദ്ദേശം പറഞ്ഞല്ലോ, ഒന്ന് ഷുഗർ കുറയ്ക്കണം, രണ്ട് ഡയബറ്റിസ് കൊണ്ടുണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് കുറയ്ക്കണം. അപ്പൊ ഷുഗർ കൂടി നിന്നാൽ തന്നെ ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, കിഡ്നി ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതെല്ലാം കുറയ്ക്കാൻ വേണ്ടി, ഇപ്പൊ ഷുഗർ കൂടി നിൽക്കുന്നതാണ് ഇവിടെ പ്രശ്നം, മരുന്നുകളല്ല പ്രശ്നമായിട്ട് വരുന്നത്. ഈ മരുന്നുകൾ കഴിക്കുന്നത് പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ പറഞ്ഞ കാർഡിയോവാസ്കുലർ റിസ്കുകളും കിഡ്നിയെ ബാധിക്കാനുള്ള കോംപ്ലിക്കേഷൻസ്, കിഡ്നി സ്റ്റാറ്റസ് ഒക്കെ അറിയണമെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടിട്ട് ഒരു നല്ല ഇവാലുവേഷൻ നടത്തുകയാണ് നല്ലത്. അറ്റ്ലീസ്റ്റ് ഒരു കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ഈ കിഡ്നിയുടെ ടെസ്റ്റുകളും കണ്ണിന്റെ, ഹാർട്ടിന്റെ ടെസ്റ്റുകളെല്ലാം നടത്തുന്നതാണ് നല്ലത്. അങ്ങനെയാണ് നമുക്ക് ഇത് ഡയബറ്റീസോ അല്ലെങ്കിൽ ഡയബറ്റീസ് കൊണ്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസോ പ്രോഗ്രസ് ചെയ്ത് പോകുന്നുണ്ടോ, കൂടി വരുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ക്ലിയർ ആയിരിക്കാണെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും രാകേഷിന് വ്യക്തമായി കാണുമെന്ന് കരുതുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ പലപ്പോഴും ഡയബറ്റിസ് പേഷ്യൻസ് ഇൻസുലിൻ എടുക്കേണ്ടി വരാറുണ്ട്. ഈ ഇൻസുലിൻ എടുക്കേണ്ടി വരുന്നത് എപ്പോഴായിരിക്കും? ഈ ഇൻസുലിൻ എടുക്കേണ്ട രീതികൾ വ്യത്യസ്തമാണല്ലോ, അതെങ്ങനെയാണ്? ഇൻസുലിൻ എടുക്കേണ്ടി വരുന്നത്, ഒന്ന് ആ പ്രമേഹമുള്ള വ്യക്തിക്ക് ഏതെങ്കിലും കോംപ്ലിക്കേഷൻസ് വരുമ്പോൾ നമ്മൾ ഇൻസുലിൻ തന്നെ കൊടുക്കണം. ലൈക്ക് ഒരു ഡയബറ്റിക് കീറ്റോഅസിഡോസിസ് എന്നുള്ള ഒരു കോംപ്ലിക്കേഷൻ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ, ലൈക്ക് ഒരു ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ ഒരു സർജറിയുടെ സമയത്ത്, ആ സമയത്തെല്ലാം ഇൻസുലിൻ തന്നെ വേണം. പക്ഷെ സാധാരണയായി ഒരു പ്രത്യേകിച്ചൊരു സിംറ്റവും ഇല്ലാതെ വരുന്ന ഡയബറ്റീസ് ആണെങ്കിൽ, വളരെ കൂടുതൽ ബ്ലഡ് ഷുഗർ ആണെങ്കിൽ 300 മുകളിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഇൻസുലിനോട് കൂടി ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. എന്തുകൊണ്ടെന്നാൽ ആ ഷുഗർ നന്നായി കുറഞ്ഞു കഴിഞ്ഞാലേ പിന്നെ ബാക്കി റെസ്പോൺസ് കിട്ടുകയുള്ളൂ. അപ്പൊ ഷുഗർ കുറച്ചതിന് ശേഷം മറ്റു മരുന്നുകളിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ മരുന്ന് തുടങ്ങുന്നത് സാധാരണ മെറ്റ്ഫോമിൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. മെറ്റ്ഫോമിൻ കഴിച്ച് അതിൽ കുറയുന്നില്ലെങ്കിൽ മറ്റു മരുന്നുകൾ ഓരോന്നായി ആഡ് ചെയ്യും. അപ്പൊ ആഡ് ചെയ്യുന്നതിന് പുറമെ നമ്മൾ നോക്കുന്നത് അവർക്ക് കാർഡിയോവാസ്കുലർ, ഹാർട്ടിന്റെ അസുഖം വരാനുള്ള സാധ്യതയുണ്ടോ, ഹാർട്ട് ഫെയിലിയർ ഉണ്ടോ, കിഡ്നി ഡിസീസ് ഉള്ള ആളാണോ എന്നെല്ലാം നോക്കും. അപ്പൊ അങ്ങനെയുള്ള
അസുഖമുള്ള ആളാണെങ്കിൽ, കിഡ്നി ഡിസീസ് ഉള്ള ആളാണെങ്കിൽ നമ്മൾ SGLT2 ഇൻഹിബിറ്റർ എന്ന് പറയുന്ന ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഡാപ്പാഗ്ലിഫോസിൻ, എംപാഗ്ലിഫോസിൻ തുടങ്ങിയ മരുന്നുകൾ ഇതിന്റെ ഒപ്പം ആഡ് ചെയ്യും. അതുപോലെ ഹാർട്ട് ഡിസീസ് ഉള്ളവർക്കാണെങ്കിലും ഇതെല്ലാം ആഡ് ചെയ്യും. പിന്നെ ചില ഇഞ്ചക്റ്റബിൾ ഡ്രഗ്സ് ഉണ്ട്. പക്ഷെ അതിനൊക്കെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ വളരെ വില കൂടുതലാണ്. മെറ്റ്ഫോമിന്റെ കൂടെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് വേറെ സൾഫോണൈൽ യൂറിയാസ് എന്ന് പറയുന്ന ഗ്ലൈമിപ്രൈഡ് തുടങ്ങിയ മരുന്നുകളെല്ലാം ആഡ് ചെയ്യും. പിന്നെയും വേറെ ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് ഉണ്ട്. ഒരുപക്ഷെ 2-3 മരുന്നുകൾക്ക് ശേഷവും നമുക്ക് ഷുഗർ കുറയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ, ഇപ്പൊ ഇൻസുലിൻ എന്നുള്ളത് വളരെ എഫിക്കസി കൂടിയ ഒരു മരുന്നാണ്, ഷുഗർ പെട്ടെന്ന് കുറയ്ക്കാൻ സാധിക്കുന്ന ഒരു മരുന്നാണ്. അപ്പൊ ആ അവസരങ്ങളിൽ നമ്മൾ ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ ആണെങ്കിൽ മുമ്പത്തെ പോലെയല്ല, പുതിയ തരം ഇൻസുലിൻ പെന്നുകളും സിറിഞ്ചുകളും എല്ലാം അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഒരു ഇഞ്ചക്ഷൻ എന്നുള്ളതിലുപരി അത് എടുക്കാൻ സൗകര്യമാണ്. പലരും ഇങ്ങോട്ട് വന്ന് പറയാറുണ്ട്, നമുക്ക് 2-3 ഗുളികളായല്ലോ, നമുക്ക് ഇൻസുലിൻ എടുത്ത് ഷുഗർ ഒന്ന് കൺട്രോൾ ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള റെസ്പോൺസ് നമുക്ക് കിട്ടാറുണ്ട്. അപ്പൊ ഇൻസുലിൻ എടുക്കുമ്പോൾ തൊലിപ്പുറത്ത് എടുക്കുന്ന ഒരു ഇഞ്ചക്ഷൻ ആണത്. എന്ന് വെച്ചാൽ സബ്ക്യൂട്ടേനിയസ് ആയിട്ട് കൊടുക്കേണ്ട ഇഞ്ചക്ഷൻ ആണ്. അപ്പൊ സാധാരണ നമ്മള് കൈകളിൽ കൊടുക്കാം, അപ്പർ ആംസ്, അല്ലെങ്കിൽ തൈയിൽ കൊടുക്കാം, അല്ലെങ്കിൽ അബ്ഡമിന് ചുറ്റും, വയറിന് ചുറ്റുമുള്ള തൊലിപ്പുറത്തും കൊടുക്കാം. അത് കൊടുക്കുന്ന ഭാഗം നന്നായി കഴുകിയാൽ മതി. നന്നായി സോപ്പിട്ട് കഴുകി അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു സ്കിൻ ഒന്ന് പിൻ ചെയ്ത് പിടിക്കാം, സോ ദാറ്റ് അത് കൂടുതൽ ഉള്ളിലേക്ക് പോകില്ല എന്നൊന്ന് ഉറപ്പുവരുത്താനായിട്ട്. പക്ഷെ സാധാരണ ഇപ്പോൾ കിട്ടുന്ന പുതിയ ഇൻസുലിൻ പെന്നുകളിലെയോ അല്ലെങ്കിൽ നീഡിലോ എല്ലാം വളരെ ചെറിയ നീഡിലാണ്. അത് സബ്ക്യൂട്ടീനിയസിന് താഴെ ഒരു മസിലിലേക്കൊന്നും പോകാൻ സാധ്യതയില്ല. എന്നിരുന്നാൽ തന്നെയും നമുക്ക് അങ്ങനെ സ്കിൻ ഒന്ന് പിൻ ചെയ്ത് പിടിച്ച് ഒരു 45 to 90 ഡിഗ്രി നമുക്ക് അത് കൊടുക്കാൻ പറ്റും. ഇൻസുലിൻ പെന്നാണെങ്കിൽ ഒരു ബട്ടൺ അമർത്തിയാൽ മതി, ഇൻസുലിൻ ഡെലിവർ ആവും. അപ്പൊ അതൊക്കെ ഇപ്പോഴാണെങ്കിൽ നമ്മൾ പേഷ്യന്റ് പാർട്ടിസിപ്പേഷൻ കൂടെ ആക്റ്റീവായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇതിനെല്ലാം നമുക്ക് വീഡിയോസ്, അതിന്റെ ആപ്പുകൾ എല്ലാം അവൈലബിൾ ആണ്. അപ്പൊ അത് കണ്ടും അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കും, ഒപ്പം അവർക്ക് കണ്ട് ചെയ്ത് പഠിച്ച് എടുക്കാവുന്നതുമാണ്. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ ഇപ്പോൾ ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്, മിനിയാണ് തിരുവനന്തപുരത്ത് നിന്ന്. മിനി ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, എനിക്ക് ഷുഗർ എന്ന് പറഞ്ഞാൽ ഇതുവരെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തത് ഫാസ്റ്റിങ്ങിന് 110 മുതൽ ഒരു 125 വരെയൊക്കെ കാണാറുണ്ട്. പിന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം അതേമാതിരി തന്നെ 130 മുതൽ 150 വരെയൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഡോക്ടർ പറഞ്ഞതിൽ HbA1c 2 തവണ നോക്കിയപ്പോ ഒരു തവണ 6, ഒരു തവണ 6.5. അപ്പൊ ഞാൻ ഒരു ഷുഗർ പേഷ്യന്റ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും മുന്നോട്ട് പോകേണ്ടതുണ്ടോ? പിന്നെ വെയിറ്റ് എനിക്ക് പൊതുവെ ഒരു 6 കിലോളം 1.5 കൊല്ലത്തിന്റെ ഉള്ളിൽ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. വേറെ അസുഖങ്ങൾ, പ്രഷർ അങ്ങനെയൊന്നുമില്ല. തൈറോയ്ഡ് പേഷ്യന്റ് ആണ് ഡോക്ടർ. വേറെ പറഞ്ഞത് പ്രകാരം പ്രീ ഡയബറ്റിസ് സ്റ്റേജിലാണ്. അതും ഹൈ റിസ്ക് ആണ്. ഇപ്പൊ HbA1c 6ന്റെ മുകളിൽ എത്തിയിട്ടുണ്ടല്ലോ. അതുപോലെ 120 മുകളിൽ വന്നു എന്നല്ലേ പറഞ്ഞു, 110 മുകളിൽ ഫാസ്റ്റിംഗും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ, ചിലപ്പോൾ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു ഡയബറ്റിസ് എന്ന് പറയാവുന്ന ഒരു അവസ്ഥയിലേക്ക് ഇനി എത്തും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും ജീവിതശൈലി മാറ്റം. അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാല്, ഷുഗർ കൂടി നിൽക്കുമ്പോൾ ഈ പ്രീ ഡയബറ്റിസ് സ്റ്റേറ്റിൽ തന്നെ ഡയബറ്റീസിന്റെ കോംപ്ലിക്കേഷനിലേക്ക് പോകാനുള്ള ഒരു തുടക്കം വയ്ക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. പഠനങ്ങൾ അങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പൊ ഒരു പക്ഷേ ഈ ഷുഗർ കൂടി നിൽക്കുന്ന, അല്ലെങ്കിൽ ഡയബറ്റീസ് എന്ന് പറയുന്ന അവസ്ഥ എത്തുമ്പോഴേക്കും ഒരു ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ കിഡ്നി അല്ലെങ്കിൽ ഹാർട്ടിനെയൊക്കെ ബാധിക്കുന്ന പോലെ ഉള്ള പ്രശ്നങ്ങൾ മിനിക്കുണ്ടാകാം. അപ്പൊ അത് വരുന്നത് തടയണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചികിത്സ തുടങ്ങണം. ചികിത്സ എന്ന് പറഞ്ഞാൽ മരുന്ന് ചിലപ്പോൾ വേണ്ടി വരില്ല, പക്ഷെ ഈ ഭക്ഷണക്രമം, എക്സസൈസ് എന്നുള്ളത്, അതുപോലെ വെയിറ്റ് കുറയ്ക്കുക. അപ്പൊ എത്ര ഏജ് എത്രയാ പറഞ്ഞത്, വയസ്സ് എത്രയാ പറഞ്ഞത്? 67 വയസ്സാണ്. വെയിറ്റ് 50 കിലോയേ ഉള്ളൂ. 57 വയസ്സ്. എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല, കുഴപ്പമില്ല. അപ്പൊ ഇപ്പൊ ഉള്ള വെയിറ്റിന്റെ ഒരു 7% എത്ര വെയിറ്റ് എത്രയാണ് പറഞ്ഞത്? 50 കിലോ ആണ് സാർ വെയിറ്റ്. 50 കിലോ. 50.
50 എന്ന് പറയുമ്പോൾ ഒരു 3 തൊട്ട് 4 കിലോ വരെ എങ്കിലും കുറയ്ക്കാൻ, അല്ലെങ്കിൽ 10% കുറയ്ക്കാണ് വളരെ നല്ലത്. അപ്പൊ അത്രയും കുറയ്ക്കാൻ ആവശ്യമായ ഭക്ഷണക്രമത്തിലേക്കും ഒരു എക്സസൈസ് പാറ്റേണിലേക്കും ഇനി എന്തായാലും മാറേണ്ടതുണ്ട്. വീണ്ടും ഇങ്ങനെ തുറന്നു നിൽക്കുകയാണെങ്കിൽ 6 കിലോ കുറഞ്ഞു ഡോക്ടർ. ശരി. എന്നിട്ടും പക്ഷെ HbA1c കുറഞ്ഞിട്ടില്ല. ഇല്ല, ഇത് 1.5 വർഷമായിട്ട് കുറഞ്ഞിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി ഇന്റൻസീവ് ആയിട്ടുള്ള രീതികൾ നോക്കണം. ആവശ്യമുണ്ടെങ്കിൽ മരുന്നും കഴിക്കണം. ഒരു ഡോക്ടറെ നേരിട്ട് കണ്ട് കൂടുതൽ ഇവാലുവേറ്റ് ചെയ്യായിരിക്കും നല്ലത്. ഡോക്ടർ, ഇതിനോടൊപ്പം തന്നെ ചേർത്ത് ചോദിക്കുകയാണ്, ഈ ഡയബറ്റീസ് പേഷ്യൻസിന്റെ ഭക്ഷണക്രമം എങ്ങനെയായിരിക്കണം? ഈ ഡയബറ്റിക് ഡയറ്റ് ഒക്കെ എങ്ങനെയായിരിക്കണം? ഡയബറ്റിക് ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം കാലറി കുറച്ച് വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി കൂടിയുള്ള ഒരു ഡയറ്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളൊരു പ്ലേറ്റില് ഭക്ഷണം എടുക്കുകയാണെങ്കിൽ അത് കൂടുതൽ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് കാണണം എന്നാണ് പറയുക. കാർബോഹൈഡ്രേറ്റ് കുറച്ചുകൊണ്ട്, പിന്നെ പ്രോട്ടീൻ വേണം. അതേപോലെ സാച്ചുറേറ്റഡ് ഫാറ്റ് കുറയ്ക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയൊക്കെ സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സൺഫ്ലവർ ഓയിൽ അതെല്ലാം ഉപയോഗിക്കാനാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ BMI കുറച്ചു കൊണ്ടുവരാൻ വേണ്ടി ഉള്ള ഡയറ്റ് ക്രമീകരണങ്ങളിലേക്ക് ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടെ തന്നെ പോകേണ്ടി വരും. പിന്നെ അതുപോലെ നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോൾ ധാന്യങ്ങൾ, അത് തവിട് കളയാത്ത ധാന്യങ്ങൾ അത് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. പയറുവർഗ്ഗങ്ങൾ, പിന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, നട്ട്സ് അതെല്ലാം ഉൾപ്പെടുത്തണം. പിന്നെ അതേപോലെ ഒരു നേരത്തെ പറഞ്ഞല്ലോ, വ്യക്തി കേന്ദ്രീകൃത ആയിരിക്കണം എന്നാണ് ഇപ്പോൾ പറയുന്നത്. കാരണം നമ്മളൊരു ഡയറ്റ് ആൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കത് താല്പര്യം ഇല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യതയില്ല. അപ്പൊ ആളെ കൂടെ ഉൾപ്പെടുത്തി ആളുടെ കൂടെ ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയാണ് താല്പര്യം എന്നറിഞ്ഞ് ഇത് കുറയ്ക്കേണ്ടത് അവരുടെ കൂടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത്. പിന്നെ എക്സസൈസ് ഒക്കെ ആണെങ്കിൽ നേരത്തെ പറഞ്ഞു മിനിമം 150 മിനിറ്റ് എങ്കിലും, അതിൽ തന്നെ നമുക്കൊരു 30 മിനിറ്റ് ഒക്കെ എയറോബിക് എക്സസൈസ് ലൈക്ക് വാക്കിംഗ്, സൈക്ലിംഗ്, സ്വിമ്മിങ്, ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും 15 മിനിറ്റോളം ഒരു മസിൽ ബിൽഡിംഗ് എക്സസൈസ് ലൈക്ക് വെയിറ്റ് ലിഫ്റ്റിംഗ് അതൊക്കെ ഉപയോഗിക്കാം. പിന്നെ നമുക്കിപ്പോ ഒരുപാട് നമ്മുടെ സ്മാർട്ട് ഫോൺ ആണെങ്കിലും വേറെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്, നമ്മുടെ ഡെയിലി സ്റ്റെപ്സ് ഒക്കെ കൗണ്ട് ചെയ്യുന്നത്. അപ്പൊ ഒരു ദിവസം ഒരു 5000-6000 സ്റ്റെപ്സ് എങ്കിലും നടക്കണം, അങ്ങനെയൊക്കെയാണ് അതിൽ പറയുന്നത്. ഡോക്ടർ, വളരെയേറെ സംശയങ്ങളും ആശങ്കകളും എല്ലാം നിലനിൽക്കുന്ന ഒരു വിഷയമാണ്. എങ്കിലും സമയപരിമിതി ഉള്ളത് കൊണ്ട് മാത്രം ഇടപെടുകയാണ്. പ്രമേഹം എങ്ങനെ നിയന്ത്രിക്കാം, എന്തെല്ലാമാണ് ചികിത്സാ മാർഗങ്ങൾ എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്തത്. നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ M. ഇന്ദിരയാണ്. വളരെയധികം നന്ദി ഡോക്ടർ. ഹലോ ഡോക്ടർ അവസാനിക്കുന്നു. നമസ്കാരം.